90,000 രൂപക്ക് AC ഉള്ള മാരുതി കാർ. അതും 5 കൊല്ലത്തെ പുതിയ പേപ്പർ ഉണ്ട്. പിന്നെ ആകെ 75,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. ഇതാ ഇവിടെ 95,000 രൂപക്ക് AC പവർ സ്റ്റിയറിംഗ് ഉള്ള ആൾട്ടോ കാറാണ്. 5 കൊല്ലത്തെ പുതിയ പേപ്പർ ഉണ്ട്. ഇതാ ആൾട്ടോ K10 1.5 ലക്ഷം രൂപക്ക് 5 കൊല്ലത്തെ പുതിയ പേപ്പറുള്ള വണ്ടി. ഇതാ ഇവിടെ ഓട്ടോമാറ്റിക് ഹൂണ്ടൈന്റെ i10 സൺറൂഫ് അടുക്കം വരുന്ന ഒരു വണ്ടിയാണ്. ഇതെത്ര 265 ബ്രോ? 285 ലോണ് കിട്ടും കേട്ടോ. ഇവിടെ നല്ല കിടിക്കാച്ചി നിസാന്റെ മൈക്രോ ഓട്ടോമാറ്റിക് CVT. ഇതും 4 ലക്ഷം റുപ്യ അല്ലെ. ഇത് നല്ല ക്വാളിറ്റി വണ്ടി. ഇതൊക്കെ ഓട്ടം കുറവാണ് കേട്ടോ. അത് ആകെ 50 ഓടിയിട്ടുള്ളൂ. ഇത് 1 ലക്ഷം ഓടിയിട്ടുണ്ട്. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും നമ്മുടെ മാറഞ്ചേരിയിലെ റോയൽസ് യൂസ്ഡ് കാറിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ചെറുവണ്ടികൾ, പിന്നെ അതുപോലെ തന്നെ 7 സീറ്റർ, ഇന്നോവ ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്, പിന്നെ SUV ടൈപ്പ് കുറേ വണ്ടികൾ സ്റ്റോക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ബ്രസ്സ, ക്രെട്ട, പിന്നെ എർട്ടിക ഒക്കെ ഉണ്ട്. പിന്നെ സാധാരണക്കാർക്ക് ഇറക്കാൻ പറ്റിയ ചെറിയ ബഡ്ജറ്റിലുള്ള ഒരുപാട് കാറുകൾ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് വാ വരി ഇതിന്റെ ഓണർ. വലൈക്കും സലാം. എന്തൊക്കെയുണ്ട് ബ്രോ? സുഖല്ലേ? ഒരുപാട് സ്റ്റോക്ക് കയറിയിട്ടുണ്ടല്ലേ ഇപ്പൊ? അതെ, ഇപ്പൊ കുറച്ച് സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. അതെ അതെ, ഓണത്തിന് പൊട്ടിച്ചു കൊടുക്കല്ലേ? ഓണായിട്ട് ഓഫർ ഉണ്ട്. ഓഫർ ഉണ്ട് അല്ല, ഓഫറിൽ കൊടുക്കാം. ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് എന്നെ വിളിച്ചത്. അപ്പോ എന്തായാലും പിന്നെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് വെറുതെ ആവില്ല. എന്തായാലും പൊട്ടിച്ചു കൊടുക്കല്ലേ? അതെ, പൊട്ടിച്ചു. ബ്രോ ലൊക്കേഷൻ എങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ? ഇത് വരുന്നത് മാറഞ്ചേരി പറയും. പൊന്നാനിന്ന് ഗുരുവായൂർ റോഡ്. പൊന്നാനി പുത്തമ്പള്ളി റോഡ്. ഗുരുവായൂരും പുത്തമ്പള്ളി റോഡാണ്. മാറഞ്ചേരിയാണ് സ്പോട്ട് വരുന്നത് അല്ല? ഓക്കെ. അപ്പോ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ ഇവരെ നമ്പർ വീഡിയോയിലുണ്ട്, അതിൽ വിളിച്ചാൽ മതി. ലൊക്കേഷന് വേണ്ടവർക്കൊക്കെ അയച്ചു തരും കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കല്ലോ ബ്രോ? ചെറിയ ബഡ്ജറ്റുള്ള വണ്ടികൾ കാണിച്ചു കൊടുക്കല്ലോ ബ്രോ? അതെ അതെ. പിന്നെ ചെറുവണ്ടികൾ ഒരുപാടുണ്ട് കേട്ടോ. വാഗണർ ഉണ്ട്, ആൾട്ടോ K10, അതുപോലെ തന്നെ അതാ അപ്പുറത്തെ ലൈനൊക്കെ നോക്കുകയാണെങ്കിൽ റിഡ്സ് കാർ, ആൾട്ടോ 800, പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ. ഒരുപാട് മാരുതി കാറൊക്കെ ഉണ്ട് AC ഒരുപാട് വാഗണർ, ഒരുപാട് ചെറുവണ്ടികളുണ്ട്. നമുക്ക് ആദ്യം ഇത് കാണിച്ചു കൊടുക്കല്ലോ ബ്രോ? അതെ. ഹൂണ്ടായിന്റെ i20 അല്ല, എത്ര മോഡലായിരുന്നു ഇത്? 2011 മോഡല് ഡീസൽ അല്ലേ? ഡീസൽ ആണ്. 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന വണ്ടി കേട്ടോ. അതും ചെറിയ പൈസക്ക് കൊണ്ടുപോവാ. 11 വണ്ടി, 5 കൊല്ലത്തെ പുതിയ പേപ്പർ ഉണ്ടാവും അല്ലെ? അതെ, പുതിയ പേപ്പർ എടുത്തു കൊടുക്കാം. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, 4 ഡോർ പവർ വിൻഡോ വരും, കമ്പനി സെറ്റ് വരും. പിന്നെ നല്ല അടിപൊളി കളർ അല്ല? കളറാണെങ്കിൽ എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന കളർ. വേറെ തട്ടുമുട്ട് കേസ് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ബ്രോ? ഇല്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല അല്ലെ? ഓട്ടൊക്കെ എത്ര ഉണ്ട്? വല്ലാണ്ടുണ്ടോ? ഇത് 1 ലാക്ക് ഓട്ടം ഉണ്ട്. 1 ലാക്ക് അല്ലേ? ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല? ഇല്ല. മെക്കാനിക്ക് പക്കല്ലേ? മെക്കാനിക്കൊക്കെ പക്കാണ്. ഇത് എത്രയാണ് ആസ്ക് ചെയ്യണേ? ഇത് പുതിയ പേപ്പർ എടുത്തിട്ട് 2 ലക്ഷം രൂപ കൊടുക്കാം. 5 കൊല്ലത്തെ പുതിയ പേപ്പർ. അതാ 2 ലക്ഷം രൂപ കൊടുക്കാം. ലോണ് പകുതി കിട്ടിയായിരിക്കും അല്ലെ? പകുതി ലോൺ കിട്ടും, ഫുള്ള് കിട്ടൂല. അപ്പൊ ആവശ്യക്കാർ നോക്കട്ടെ. ഇതാ ഇവിടെ ഒരു ജനപ്രിയ വണ്ടി, മാരുതിന്റെ സെലേറിയോ മാനുവൽ വണ്ടി അല്ലെ? അതെ. ഇതെങ്ങനെയായിരുന്നു ബ്രോ മോഡല്? ഇത് 2016 മോഡല്, സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ ആണ് അല്ലെ? ഓട്ടോ എത്ര ഉണ്ട്? ഇത് 1 ലാക്ക് അയക്കുന്നല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടോ? റീപ്ലേസ് അങ്ങനെ മേജറായിട്ട് റീപ്ലേസ് ഒന്നുമില്ല. ചെറുങ്ങനെ ഉണ്ട്. വരുന്നവർ ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കട്ടെ അല്ലേ? അതെ. ഓക്കെ. പിന്നെ അലോയിലും കാര്യങ്ങളൊക്കെ കയറിയിരിക്കണേ. അലോയ്സ് എക്സ്ട്രാ കയറ്റി അല്ലേ? അതെ. ഓക്കെ. വേറെ തട്ടുമുട്ട് കേസ് മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല? ഇല്ല. 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നുണ്ട് അല്ലേ ഇതില്? ഇത് ഓപ്ഷൻ ഏതായിരുന്നു? VXi അല്ലേ? VXi വേണ്ടി. ഓക്കെ. ഇത് എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? ഇത് 3,25,000 രൂപ കൊടുക്കാം. 3,25,000 കൊടുക്കാം. മാക്സിമം ലോണൊക്കെ ഒരു ഫുൾ ലോണാ? ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി അല്ലേ? ഓക്കെ. ഈ മെയിൻ ഗ്ലാസ് ഇവിടെ ഒരു ക്രാക്ക് ഉണ്ട്, അത് മാറ്റി കൊടുക്കും അല്ലേ? ഓക്കെ. വേറെ മേജർ ആയിട്ടുള്ള പ്രശ്നമൊന്നുമില്ല? ഇല്ല. ആവശ്യക്കാർ വിളിച്ചോട്ടെ? വേറെ കംപ്ലൈന്റ്സ് കാര്യങ്ങളോ ഒന്നുമില്ല. ലോൺ ഫുള്ള് കിട്ടും? ഓക്കെ. ആവശ്യക്കാർ വിളിച്ചോട്ടെ? നല്ല കിടുക്കാച്ചി വാഗണർ കാണിച്ചു കൊടുക്കല്ലോ ബ്രോ?
അതെ. രണ്ട് വണ്ടി ഉണ്ട് കേട്ടോ. രണ്ടെണ്ണം ഉണ്ട്. രണ്ട് വണ്ടി ഉണ്ട്. ആദ്യം നമുക്ക് ഈ ബ്ലൂ കാണിച്ചു കൊടുക്കാം. ഇതെങ്ങനെയായിരുന്നു ബ്രോ? ഇത് 2011 ലാസ്റ്റ് 12 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഓക്കെ, 12 രജിസ്റ്റർഡ് അല്ലേ? ആ ഓക്കെ. എന്തുപാട് മെക്കാനിക്കല്ലോ? മെക്കാനിക് ഒക്കെ ഉഷാറാണ്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. LXI ഓപ്ഷൻ. LXI. ഓക്കെ, 2 ഡോർ പവർ വിൻഡോ വരും കേട്ടോ. AC പവർ സ്റ്റിയറിംഗ്. ഇന്റീരിയർ ഒക്കെ ഉഷാറാണ്. ഉഷാറാണ്. ഓക്കെ, ടയറൊക്കെ അത്യാവശ്യം ഓടാനുള്ള ടയർ ഉണ്ട്. കുറച്ചും പൊടി പിടിച്ചിരിക്കണെന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് ഇവിടെ ഭയങ്കര കാറ്റല്ലേ? അതെ, നല്ല പൊടി പിടിച്ചിട്ടുണ്ട്. പിന്നെ മേജർ ആക്സിഡന്റ് ഇല്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങള് റീപ്ലേസ് ഒന്നുമില്ല. 1 ലക്ഷം കിലോമീറ്റർ ഓട്ടം ഉണ്ട് അല്ലേ? ഓണർഷിപ്പ് എത്രയായിരുന്നു ഇത്? ഓണർഷിപ്പ് തേർഡ് അല്ലേ? ഇത് നമുക്ക് എന്ത് വില കൊടുക്കാം? ഇത് നമുക്ക് പുതിയ പേപ്പർ എടുത്തിക്കണോ? പുതിയ പേപ്പർ എടുത്തിട്ടില്ല. ഇത് പുതിയ പേപ്പർ വരുന്നത് അടുത്ത കൊല്ലായിട്ട പേപ്പർ വരുള്ളൂ. അടുത്ത കൊല്ലം 12 ഉണ്ട്. അടുത്ത കൊല്ലം ലാസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇത് നമുക്ക് എന്ത് വില? ഇത് നമുക്ക് 1,85,000 കൊടുക്കാം. 1,85,000 കൊടുക്കല്ലേ? ഓക്കെ, കുറച്ച് ലോണും കിട്ടായിരിക്കും അല്ലെ? കുറച്ച് ലോണും കിട്ടും. ഇവിടെ വേറൊരു വണ്ടി കാണിച്ചു കൊടുക്കാം. ഇത് കിലോമീറ്റർ കമ്മിയല്ല? ഇത് കിലോമീറ്റർ. ഇതൊരു ഹൈ ക്വാളിറ്റി വാഗനർ. ഹൈ ക്വാളിറ്റി, അതായത് ഷോറൂം കണ്ടീഷൻ. അതെ അല്ല, വണ്ടി ആകെ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത്ര കാലമായിട്ട്. വെറും 50,000. ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും. ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാ. ഓക്കെ, LXI ആണ് ഓപ്ഷൻ വരുന്നത്. നല്ല അടിപൊളി കളറ്. ഓട്ടം കുറവുണ്ട്. മെക്കാനിക്ക് പക്കായിരിക്കും അല്ലെ? അതെ. ഓട്ടം കുറവുള്ളതുകൊണ്ട് പിന്നെ മെക്കാനിക്കിന്റെ നോക്കേണ്ട ആവശ്യമില്ല. സിംഗിൾ ഓണർ വണ്ടിയാ. ഒരേ ഒരു ഓണർ, സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഒരു വണ്ടി. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ബ്രോ? ഇല്ല, ഒരു തട്ടല മുട്ടല കാര്യങ്ങളോ ഒന്നും അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. നമുക്ക് എന്ത് കൊടുക്കാം? ഇത് നമുക്ക് 2,55,000 കൊടുക്കാം. 2,55,000 കൊടുക്കല. അതെ. കിലോമീറ്റർ കമ്മിയാണ്, സിംഗിൾ ഓണർ ആണ്, അതുകൊണ്ട് വില എന്തായാലും ഒരു 10 രൂപ കൂടുതൽ ഉണ്ടാവും അല്ലെ? അതെ. ആ ക്വാളിറ്റിക്ക് അത്ര പക്കല. ഓക്കെ, ആവശ്യക്കാർ വിളിച്ചോട്ടെ. പിന്നെ ഇവിടെ നമുക്ക് ഒരു ഡീസൽ വണ്ടി കൊടുത്താലോ? ഒരു ചെറിയ ബഡ്ജറ്റ് ഉള്ളത്? ചെറിയ ബഡ്ജറ്റ്. 2009 മോഡല് ഡിസൈർ. 29 വരെ പേപ്പർ ഉണ്ടാവും. ഓക്കെ, വണ്ടി എന്ത് പാട്? ഇത് വണ്ടി ഉഷാറാണ്. VDI ആണ്. ഓട്ടം ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി. ഓട്ടത്തെ ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും. അതെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. നല്ല വണ്ടി. ഓക്കെ, ഇത് തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ ബ്രോ? തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഓപ്ഷൻ VDI അല്ല, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നില്ലേ? അതെ. ഓക്കെ, VDI ഓപ്ഷൻ ആണ്. ഇതെന്ത് വില ആസ്ക്? ഇതാണെങ്കിൽ നമുക്ക് ഫൈനലി ഒരു 1,90,000 കൊടുക്കാം. 1,90,000 കൊടുക്കല്ലേ? അതെ. ഓക്കെ, ഇങ്ങനെ പൊടി പിടിച്ചെടുക്കണ പൊടി പിടിച്ചിട്ടുണ്ട്. ഇത് ബ്ലാക്ക് കമ്പനി കളർ ആണല്ലോ ബ്ലാക്ക്? അതെ. ഓക്കെ, കറക്റ്റ് സർവീസുള്ള വണ്ടിയാട്ടാ. എത്ര ആസ്ക് ചെയ്യുന്ന? 1,90,000 ഫൈനൽ കൊടുക്കാം. 1,90,000 കൊടുക്കാം. 29 വരെ ഡീസൽ VDI ആണ്. 29 വരെ പേപ്പർ ഉണ്ടാവും കേട്ടോ. ഇത് കമ്പനി സർവീസുള്ള വണ്ടി അല്ല? ഓക്കെ, ആവശ്യക്കാർ വിളിച്ചോട്ടെ. ചെറിയ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയ 3 വണ്ടികൾ അല്ല? നമുക്ക് ആദ്യം മാരുതി കാർ കാണിച്ചാലോ? മാരുതി 800. AC അത് 2009 മോഡല്. 2009. വണ്ടി ആകെ 75,000 ഓടിയിട്ടുള്ളൂ ഇതുവരെ. എത്ര? 75,000. അത്ര ഓടിച്ചു. ഓക്കെ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. വേറെ ആക്സിഡന്റ് തട്ടല മുട്ടല കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. ഒന്നുമില്ല, റെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. 29 വരെ പേപ്പർ ഉണ്ടാവും. അതെ. ഓക്കെ, വണ്ടി മെക്കാനിക്കലി പക്ക. AC കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. AC ഉള്ള വണ്ടിയാണ്. എല്ലാം വർക്കിംഗ് ആണ്. ടയർ ഭാഗമൊക്കെ അത്യാവശ്യം ഓടാനുള്ള ടയർ. കമ്പനി കളർ തന്നെയല്ല ഇത്? ടച്ച് ഒന്നും കേറിയിട്ടില്ല. കേട്ടോ. വണ്ടി അതേ ഷേപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു ഹാഫ് ടയർ ഉണ്ടല്ലേ? ടയർ ഒരു 3/4% ഉണ്ട്. എത്ര കൊടുക്കാം ബ്രോ? ഇതാണെങ്കിൽ നമുക്ക് 90 രൂപ കൊടുക്കാം. 90 രൂപ കൊടുക്കാം അല്ലേ? അതെ. ഓക്കെ, അടുത്ത നമുക്ക് ഇവിടെ ഒരു ആൾട്ടോ കാർ. ഇതെങ്ങനെയായിരുന്നു? ഇത് 2008 മോഡല്. AC ഉള്ള വണ്ടിയാ? AC ഉണ്ട്. ഓക്കെ, 8/28 വരെ പേപ്പർ ഉണ്ടാവും. ഓക്കെ, മെക്കാനിക് എന്തുപാട്? മെക്കാനിക് ഒക്കെ ഉഷാറാണ്. ഓട്ടോക്ക് എത്ര ഉണ്ട്? വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഓട്ടോ വല്ലാണ്ട് ഉണ്ടോ? ഓട്ടോ കൂടുതലുണ്ടോ? ഓട്ടോ കൂടുതലില്ല. 1 lakh ആവണേ. 1 lakh ആയില്ല, ആവണുള്ളൂ. ഓക്കെ, LXI ഓപ്ഷൻ? LXI. എത്ര കൊടുക്കാം ബ്രോ ഇത്? ഇതാണെങ്കിൽ നമുക്ക് 95 രൂപ കൊടുക്കാം. 95,000 രൂപ കൊടുക്കാം. 2008-28 വരെ പേപ്പർ ഉള്ള ഒരു വണ്ടി അല്ലേ? ഓക്കെ,
മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ബ്രോ? ഇല്ല, ഓടിക്കാൻ വേറെ കംപ്ലൈന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. എഞ്ചിനൊക്കെ പക്കല്ല? അതെ. ഓക്കെ, അപ്പോ ആവശ്യക്കാർ വിളിച്ചോട്ടെ. 95,000 പാസ്ക് അല്ലേ? അതെ. ഇവിടെ നമുക്ക് ഒരു ആൾട്ടോ കേട്ടാണ്. ഇതെങ്ങനെയായിരുന്നു? ഇതാണെങ്കിൽ 2011 മോഡല്, സെക്കൻഡ് ഓണറിലുള്ള വണ്ടി. 5 കൊല്ലത്തെ പുതിയ പേപ്പർ. അതെ അല്ല, ഇത് പേപ്പർ എടുത്തുള്ള വണ്ടിയാണ്. പുതിയ പേപ്പർ എടുത്തിക്കണോ ഓൾറെഡി? 31 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. VXi അല്ലേ വണ്ടി? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരുമല്ലോ? അതെ. പിന്നെ വണ്ടി വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. തട്ടുമുട്ട് കേസൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. ഓട്ടോ ഒക്കെ വല്ലാനുണ്ടോ? ഓട്ടോ 1 ലാക്ക് ആവണുള്ളൂ. 1 ലാക്ക് ആവണേ ഉള്ളൂ, ഒന്നിന്റെ ഉള്ളിക്കല്ലേ? അതെ. ഇത് നമുക്ക് എന്ത് വില കൊടുക്കാം? ഇതാണെങ്കിൽ നമുക്ക് 1.5 രൂപ കൊടുക്കാം. 1 രൂപ കൊടുക്കാം. 5 കൊല്ലത്തെ പുതിയ പേപ്പർ ഉണ്ട്. 31 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ക്രാക്ക് ഉണ്ട്, അത് നമുക്ക് ഗ്ലാസ് മാറി കൊടുക്കാം. മെയിൻ ഗ്ലാസ് അല്ല? ഓക്കെ, അത് മാറി കൊടുക്കാം. ഓക്കെ. 1 രൂപയാണ് ആസ്ക്. വില കുറച്ച് കൊടുക്കല? വിളിക്കുമ്പോ ചെറിയ എന്തെങ്കിലും കച്ചവടത്തിന്റെ രീതിയിലുള്ള മാറ്റം ഉണ്ടാവും. അപ്പൊ ആവശ്യക്കാരാണെങ്കിൽ വന്ന് നോക്കിക്കോളി കേട്ടോ. 2 ഓട്ടോമാറ്റിക് വണ്ടി കാണിച്ചു കൊടുക്കല്ല? ഓട്ടോമാറ്റിക് വണ്ടിയാണ്, അതും ചെറിയ ബഡ്ജറ്റിൽ കൊടുക്കല്ല ബ്രോ? അതെ. നമുക്ക് ആദ്യമായിട്ട് ഹൂണ്ടായിന്റെ ഐറ്റം പരിചയപ്പെടുത്തി കൊടുക്കാം. സൺറൂഫ് എടുക്കാൻ പറ്റുന്ന വണ്ടി അല്ല? സൺറൂഫ് ഒക്കെ ഉണ്ട് കേട്ടോ. ബ്രോ എങ്ങനെയായിരുന്നു ഇത് മോഡല്? ഇത് 2012 മോഡല്. 12 വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. ആകെ 40 ചില്ലറ ഓടിയിട്ടുള്ളൂ. ആകെ ഓട്ടം കമ്മി. ഓക്കെ. 50ന്റെ ഉള്ളിക്കല്ലേ? 50ന്റെ ഉള്ളിക്ക്. ഓണർഷിപ്പ് സിംഗിൾ അല്ല? സിംഗിൾ ഓണർ, ഒറ്റൊരു ഓണറാണ്. വേറെ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല? ഇല്ല. മേജറും ഇല്ല, മൈനറും ഇല്ല അല്ല? ഇല്ല, വേറെ ഒരു ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നും പറയാല്ല. എല്ലാം തികഞ്ഞ വണ്ടി, സൂപ്പർ വണ്ടി എന്നാ പറയുന്നത്. കാരണം ഓട്ടം കുറവുള്ളതുകൊണ്ട് പിന്നെ മെക്കാനിക്കലോ പക്കായിരിക്കും. ഇതൊരു സെലിബ്രിറ്റി ഉപയോഗിച്ചിരുന്ന വണ്ടിയാ. വേറെ തട്ടുമുട്ട് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, സെലിബ്രിറ്റി യൂസ് ആക്കിയ വണ്ടിയാ. ഓക്കെ. വണ്ടി നമുക്ക് ഇത് എത്ര പൈസ കൊടുക്കാം? അതാണെങ്കിൽ നമുക്ക് 2,85,000 രൂപയ്ക്ക് കൊടുക്കാം. 2,85,000 കൊടുക്കല്ലേ? അതെ. ഓക്കെ. ലോണൊക്കെ എത്ര കിട്ടും? ലോൺ ഇപ്പോ ഇതും ഒരു 1.5 രൂപ കിട്ടൂല. ഇവിടെ നമുക്ക് മൈക്ര കാണിച്ചു കൊടുക്കാം, ഓട്ടോമാറ്റിക്. അതും നല്ല അലുവക്കണ്ട പോലത്തെ ഫാൻസി നമ്പർ ആണ് വരുന്നത്, 0055. ഇതും ഓട്ടോമാറ്റിക് ആണ് ബ്രോ. എങ്ങനെ ഇത് മോഡൽ? സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ അല്ല? 2015 മോഡല്. 15 വണ്ടി. അലോയ് സെക്കൻഡ് കമ്പനി അലോയ്സ്. ഓക്കെ, കമ്പനി അലോയ്സ് ആണ് വണ്ടി. ഓട്ടം എത്ര ഉണ്ട്? ഇത് 1 ലാക്ക് ഓട്ടം. കറക്റ്റ് സർവീസുള്ള വണ്ടി കേട്ടാ. കമ്പനി സർവീസ് ഹിസ്റ്ററിക്കൽ വണ്ടി അല്ല? XP ആണ് ഓപ്ഷൻ വരുന്നത്. വേറെ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. മേജറും ഇല്ല, മൈനറും ഇല്ല അല്ല? ഒന്നുമില്ല. മൈനർ ഉണ്ടോ? എന്തെങ്കിലും? ഒന്നുമില്ല. ഓക്കെ. ഇത് പിന്നെ എത്ര കൊടുക്കാം ബ്രോ? ഇത് നമുക്ക് 4 രൂപ കൊടുക്കാം. 4 ലാക്ക്? അതെ. കേരള വണ്ടി അല്ല? ഒറിജിനൽ കേരള വണ്ടി. വണ്ടി നല്ല കാണാൻ നല്ല നീറ്റ് ആണ് കേട്ടോ. ഉള്ളും പുറത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റീറിംഗ് കൺട്രോൾ എല്ലാം വരുന്നുണ്ടല്ലോ. ഇത് ഫുൾ ഓപ്ഷനാ? ഇത് എല്ലാം വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരും. ഓക്കെ. 4 രൂപ ആസ്ക്. കുറച്ച് കൊടുക്കല്ല? ചെറുങ്ങനെ എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. പിന്നെ ലോണും കിട്ടും അത്ര തന്നെ? ലോൺ കിട്ടൂല. ഓക്കെ. ആവശ്യക്കാർ 3.5 രൂപ ലെവലില് ലോൺ കയറും. ഓക്കെ. ഇവിടെ നമുക്ക് ഇതാ നല്ലൊരു അടിപൊളി കളറിൽ വന്നിട്ടുള്ള ഹൂണ്ടായിന്റെ ഇയോണ്. എങ്ങനെയായിരുന്നു ബ്രോ ഇത്? ഇതാണെങ്കിൽ സിംഗിൾ ഓണർ, കിലോമീറ്റർ വണ്ടിയാണ്. എത്ര? ആകെ വണ്ടി 30 ചില്ലറ വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും? 2015 മോഡൽ വണ്ടി. 15 വണ്ടി 35,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഒരേ ഒരു ഓണർ? ഇതുപോലെയാണ് മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ കയറും. മാക്സിമം ലോൺ ചെയ്യാല? ആക്സിഡന്റ് കാര്യങ്ങളോ റീപ്ലേസ് ഒന്നുമില്ല. പക്ക വണ്ടി അല്ല? നല്ല ക്ലീൻ പീസ്, പെട്ടി പീസ് വണ്ടിയാണ് ബ്രോ. ഇത് എത്ര കൊടുക്കാം? ഇതാണെങ്കിൽ നമുക്ക് 2,25,000 രൂപ കൊടുക്കാം. 2,25,000 അല്ല? എറ പ്ലസ് ഓപ്ഷൻ, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുമല്ലോ? ഓക്കെ. വണ്ടിമേ വേറെ പ്രശ്നമൊന്നുമില്ല? ആകെ 30 ചില്ലറ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, അത് കുഴപ്പമില്ല. പിന്നെ ഇത് ലോണും ഫുള്ള് മാക്സിമം ചെയ്യാല്ലേ? മാക്സിമം ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ആവശ്യക്കാരാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. അതായത് വെറും 35,000 കിലോമീറ്റർ ഷോറൂം ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവൂല? ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. ഒരു ടെൻഷൻ വേണ്ട എടുക്കുന്ന ആൾക്ക്. കറക്റ്റ് പക്ക ആയിരിക്കും കേട്ടോ. ലോ കിലോമീറ്റർ വണ്ടി നോക്കുന്നവരാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളി.
ഇതാ ഇവിടെ നമുക്ക് റിഡ്സ് കാർ കാണിച്ചാലോ? റിച്ച് പെട്രോള് അടിച്ചപ്പൊളി കളർ. 2015 മോഡല് VXi ഉണ്ട് അല്ലേ? ഓട്ടോ എത്ര ഉണ്ട്? ഇത് 1 lakh ഓട്ടം. 1 lakh ഓടിയിട്ടുണ്ട്. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടോ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ബ്രോ? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. ഓക്കെ. ഇത് ഓണർഷിപ്പ് കയറിക്കണോ? ഇത് 3 ഓണർ. 3 ഓണർ ആയിരിക്കുന്നത്. എന്ത് വില ആസ്ക്? ഇത് നമുക്ക് 3,25,000 രൂപയ്ക്ക് കൊടുക്കാം. 3,25,000 കൊടുക്കാം. 2015 മോഡൽ. ഇവിടെ ചെറിയ ബഡ്ജറ്റിൽ 2 വാഹനങ്ങൾ കാണിച്ചു കൊടുക്കല്ലേ ബ്രോ? അതെ. ആൾട്ടോ K10 വാഗനർ. ഇതൊക്കെ എന്ത് പാട് വാഗനർ? ഇത് നല്ലൊരു ക്വാളിറ്റി വാഗനർ ആണ്. 2006 മോഡൽ. എത്ര വരെ പേപ്പർ ഉണ്ട്? ഇത് 31 വരെ പേപ്പർ ഉണ്ട് അല്ലേ? AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, പവർ വിൻഡോ ഇല്ല. ഓക്കെ. എത്ര വരെ? 31 വരെ പേപ്പർ. 31 വരെ പേപ്പർ. വണ്ടിയില് മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ല. ഒന്നുമില്ല അല്ലെ? നല്ല ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. വണ്ടി മോഡൽ കുറവാണെങ്കിലും ഇല്ലേ, വണ്ടി കാണാൻ നല്ല വൃത്തിയുണ്ട്. ഒരു അനക്കം വന്നിട്ടില്ല അല്ല വണ്ടിക്ക്. ഓണർഷിപ്പ് എത്ര? ഇത് ഓണർ 3 ആയിക്കണേ. ഓക്കെ. പഴയ വണ്ടി ആയതുകൊണ്ട് സ്പോയിലർ ഒക്കെ എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. സ്പോയിലറും കാര്യങ്ങളും. പിന്നെ അത്യാവശ്യം ഫുൾ കട്ട് ടയർ ഒക്കെ ഉണ്ട് കേട്ടോ. ബ്രോ ഇത് നമുക്ക് എന്ത് വില കൊടുക്കാം? ഇതാണെങ്കിൽ നമുക്ക് 85 രൂപയ്ക്ക് കൊടുക്കാം. 85,000 കൊടുക്കാം. പുതിയ പേപ്പറിലെ വണ്ടി കേട്ടാ. 5 കൊല്ലത്തെ പുതിയ പേപ്പർ ഉണ്ട് അല്ലെ? 31 വരെ പേപ്പർ ഉണ്ട്. ആവശ്യക്കാരാണെങ്കിൽ വിളിച്ചോട്ടെ. ഇവിടെ നമുക്ക് ആൾട്ടോ K10 കാണിച്ചു കൊടുക്കാം. ഇത് എങ്ങനെയായിരുന്നു ബ്രോ? ഇത് 2011 മോഡല്. ഒരു കറുപ്പ് കളർ. 5 കൊല്ലത്തെ പുതിയ പേപ്പർ ഉണ്ട് അല്ലെ? 5 കൊല്ലത്തെ പുതിയ പേപ്പർ ഉണ്ട്. ഓക്കെ. ഓട്ടൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 1 lakh ഓട്ടം ഉണ്ട്. 1 ചില്ലറ ഓട്ടോ. ഭാഗങ്ങളൊക്കെ ഫുള്ള് ടയറാണ്. ഫുൾ കട്ട് ടയർ. അപ്പോളോയുടെ ടയറാണ് 4 ടയർ. മേജർ ആയിട്ടുള്ള പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഇല്ല. ഒരു സീറ്റ് അവർ അടിച്ചിടാണ്ടാവും. വേറെ പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ അത്യാവശ്യം മൈലേജും കിട്ടും അല്ലെ? ഒരു 16-18 മൈലേജും കിട്ടും. അതെ. നല്ല മൈലേജും കിട്ടും. AC കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതില്. അതെ 2 ഡോർ പവർ വിൻഡോ ഓപ്ഷൻ. ഓക്കെ. ഇത് നമുക്ക് എന്ത് വില കൊടുക്കാം? ഇതാണെങ്കിൽ നമുക്ക് 1.5 രൂപയ്ക്ക് കൊടുക്കാം. ബ്രസ് കാണിച്ചു കൊടുക്കല്ലോ ബ്രോ? അതും ഡീസൽ ആണ്. ലോ കിലോമീറ്റർ വണ്ടി അല്ലേ? എത്ര കിലോമീറ്റർ ഓടിനെ? ഇത് 80,000. വെറും 80,000 കിലോമീറ്റർ. അല്ല, ജെന്യൂൻ ആയിരിക്കില്ലേ? ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. പിന്നെ ടെൻഷൻ വേണ്ട. ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. 80,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. അതും ഓപ്ഷൻ ഏതായിരുന്നു? ഇത് VDI അല്ലേ? ഓക്കെ. നല്ല പെട്ടി പീസ് അല്ലേ? വേറെ തട്ടുമുട്ട് അങ്ങനത്തെ കേസൊന്നും ഇല്ല. മേജറും ഇല്ല, മൈനറും ഇല്ല. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് ഇത്. കണ്ണി ചിമ്മിട്ട് എടുക്കാൻ പറ്റുമോ ബ്രോ? എടുക്കല? ധൈര്യമായിട്ട് എടുക്കാം. ഓക്കെ. 18 എത്ര മോഡലായിരുന്നു? 18 മോഡൽ. 2018 മോഡല്. 18 ഓണർ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? ഓക്കെ. ഇത് നമുക്ക് എന്ത് വില വരുന്ന ആസ്ക്? ഇത് നമുക്ക് 7,25,000 രൂപയ്ക്ക് കൊടുക്കാം. 7,25,000 കൊടുക്കാം അല്ലെ? മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. മാക്സിമം ലോണും ചെയ്യാം. 10-50 ഉറുപ്പ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. ആവശ്യക്കാർ വിളിച്ചോട്ടല്ലേ? അതെ. ഓക്കെ. വണ്ടി ഒന്നും നോക്കാനല്ല, കണിച്ചിമിട്ട് എടുക്കാം. കുത്തമിനാർ കാണിച്ചു കൊടുക്കല്ലോ ബ്രോ? ഫോർച്യൂണർ ആണ്. അതും 4x4 അല്ലെ? 4x4. അത് എല്ലാ ആളുകളും അന്വേഷിക്കുന്ന ഒരു വണ്ടി. അതെ, മാനുവല് 4x4 കുറെ കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ഓൾക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി വണ്ടി. പിന്നെ നല്ല ഫാൻസി നമ്പർ ആണ് വരുന്നത് കേട്ടോ. സൂപ്പർ. ഈ നമ്പർ തന്നെ കുറെ പൈസ മുടക്കിയിട്ടുണ്ടാവും അല്ലെ? ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിന്. അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്. സൺറൂഫ് ചെയ്തിട്ടുണ്ട്, കിറ്റ് ചെയ്തിട്ടുണ്ട്, സ്കേർട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ഫോഗ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഹെഡ്ലൈറ്റ് ആണ് LCD ചെയ്തിട്ടുള്ളത്. പിന്നെ 360 ക്യാമറ ചെയ്തിട്ടുണ്ട്, ക്രോസ് ബാർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കില് ഫോർച്യൂണറിന്റെ ലൈറ്റ് ഉണ്ട്. ഒരുപാട് അത്യാവശ്യം ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിയ വണ്ടി അല്ലേ? അതെ. ഓക്കെ. ഇത് ഒറിജിനൽ കേരള വണ്ടി. ഹിസ്റ്ററി ഉണ്ട് അതിന്? ഹിസ്റ്ററി ഉള്ള വണ്ടിയാ. ഒറിജിനൽ കേരള വണ്ടി അല്ല? ഓട്ടോ വല്ലാണ്ടുണ്ടോ ബ്രോ? ഓട്ടോ 2 ലക്ഷത്തിന് താഴെ. 90 ലെവൽ ഓട്ടോ. 2ന്റെ ഉള്ളിൽ. അതെ. ഓക്കെ. സൺറൂഫ് ഒക്കെ ഉണ്ട് കേട്ടോ. സൺറൂഫ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കമ്പനി തന്നെ ചെയ്തല്ലോ ബ്രോ? സൺറൂഫ് ഒക്കെ കമ്പനി ആഡ് ചെയ്തല്ലേ? ഓക്കെ. ഇത് എങ്ങനെയാണ് ആസ്ക് ചെയ്യുന്നത്? ഇത് 12,70,000 രൂപയ്ക്ക് കൊടുക്കാം.
12,70 കൊടുക്കുക. ക്രെറ്റ കാണിച്ചു കൊടുക്കല്ലേ ബ്രോ? അതെ, ഡീസൽ ക്രെറ്റ. ആ ഡീസൽ ക്രെറ്റയാണ്. 1.4 1.6 അല്ലേ? ഓക്കെ. എങ്ങനെയാ ഇത് മോഡല്? ഇത് 2017 മോഡല്, 17 വണ്ടി. ഓക്കെ. ഏതാ ഓപ്ഷന്? SX അല്ലേ? എല്ലാ ഓണർ വണ്ടി. വേറെ കറക്റ്റ് സർവീസുള്ള വണ്ടിയാ. ഒറ്റ ഓണറാ? ഒറ്റ ഓണർ. ഓട്ടം എത്ര ഉണ്ട്? വണ്ടി ആകെ 70,000 ഓടിയിട്ടുള്ളൂ. വെറും 70,000 കിലോമീറ്റർ. അത് ഫുള്ള് സർവീസുള്ള വണ്ടിയാ. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി അല്ലേ? ടയറൊക്കെ ഫുൾ കട്ട് ടയർ ഉണ്ട്. ഓക്കെ. ഷോറൂം കണ്ടീഷനുള്ള ഒരു വാഹനമാണ് നമ്മ പറയുന്നത്. ഇന്ത്യയുടെ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ കട്ട് ടയർ ഒക്കെ ഉണ്ട് കേട്ടോ. വേറെ തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ ബ്രോ? ഇല്ല. മേജറും ഇല്ല, മൈനറും ഇല്ല. ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും. കമ്പനി സർവീസുള്ള വണ്ടിയാ. സർവീസ് ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് എന്ത് വില കൊടുക്കാം ബ്രോ? ഇതാണെങ്കിൽ നമുക്ക് 8,40,000 കൊടുക്കാം. 8,40,000 കൊടുക്കാം. വെറും 70,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി അല്ല? അതും ഡീസൽ 1.6 ആണ് കേട്ടോ. ആവശ്യക്കാരാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളി.